രാജേട്ടാ ഒരു പക്ഷേ ഞാനിപ്പോ ആമുഖത്തിൽ പറയും പപ്പച്ചേട്ടനെ പറ്റി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു ഒരുപാട് സീനുകളും ഒരുപാട് ഡയലോഗുകളും അദ്ദേഹത്തിൻ്റെതായിട്ട് മലയാള സിനിമയിൽ പിന്നെയും റീൽസിലും ട്രെൻഡായിട്ടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ താമരശ്ശേരി ചുരമാണ് നമുക്കൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡയലോഗുകളിൽ ഒരെണ്ണം. ആ ചിത്രം നിർമ്മിച്ചത് രാജചേട്ടനാണ്. ആ സീനില് രാജചേട്ടനാണ് കൂടെ ഉള്ളത്. കാരണം രാജേട്ടനും പപ്പുച്ചേട്ടനും കൂടെ ഒരാളും കൂടെ ഉണ്ട്, മെയ്തീന്. പക്ഷെ ഡയലോഗ് ഇല്ല. മെയ്തീൻ ഇടയ്ക്ക് ഇതിന് എടുത്തു കൊടുക്കും. മൊയ്തീൻ ഒരു ഡയലോഗോ മറ്റേ ഉള്ളത് വന്നിട്ട് ഇതിന് ഹൗസിംഗ് ഒന്നും ഇല്ലേടോ, ചിലതിനുണ്ടാവില്ല, ചിലതിനുണ്ടാവില്ല എന്ന് മറ്റൊരു വരിയാണ് ഈ മൊയ്തീൻ പറഞ്ഞിരിക്കുന്നത്. ബാക്കി അതിന്റെ അത്ഭുതവും ആ കൂടെ നടക്കുന്നതും ഭയങ്കരം തന്നെ ഒക്കെ. അപ്പൊ ആ സീനിന്റെ ഒരു ഷൂട്ടിംഗ് അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ഒന്ന് ആദ്യം പറയൂ പപ്പുകേട്ടനെ പറ്റി പറയുന്നതിന് മുമ്പ്. ഞാൻ പറഞ്ഞ ഈ വെള്ളാനകളുടെ നാട് എന്നുള്ള ഒരു സിനിമ ഉണ്ടാകുന്നതന്നെ ഈ 28-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുന്നു. നമ്മളെല്ലാവർക്കും അഡ്വാൻസ് കൊടുക്കുന്നു. കോഴിക്കോട് മഹാറാണി ചെല്ലുന്നു. 27-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും പ്രിയം പറയുന്നു, ഈ പടം നടക്കൂല. അയ്യോ, ഞാൻ ചെവിരിലൊക്കെ ഒന്ന് താങ്ങി. കഥ ശരിയല്ല കേട്ടിട്ട് ഞാനും ശ്രീനിവാസൻ കൊണ്ട് ഡിസ്കസ് ചെയ്തിട്ട്, അതുകൊണ്ട് നമുക്കൊരു 5 ദിവസം ഇരുന്ന് ഒരു പുതിയ കഥ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു ബാലങ്കനാർ ചേട്ടനൊക്കെ വന്നു, കോസ്റ്റ്യൂമൊക്കെ തെച്ചു, അവരെയൊക്കെ പറഞ്ഞു വിട്. ഞാൻ എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് തളർന്നു, നീ മാത്രം അങ്ങോട്ട് വരരുത്, നിനക്ക് ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായം പറച്ചിലുണ്ട്, അത് വേണ്ട, ഞങ്ങളിതിന് മാത്രം, ഞാനും ശ്രീനിവാസനും മാത്രം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുന്നു. ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ബാലങ്കനാർ ചേട്ടൻ വന്നു സംസാരിച്ച് ഞാൻ വിളിക്കാമെന്ന് പറയുന്നു. അപ്പം ജൂബിലി യൂണിറ്റുകാരൻ വരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു വണ്ടിയാണ്, ഐശ്വര്യമായിട്ടുള്ളൊരു വണ്ടിയാണിത്. ഒരു ഷൂട്ടിങ്ങിന് വന്നിട്ട് നടക്കാതെ പോകുന്നൊരു വിഷമമുണ്ട്. ഞാൻ പറഞ്ഞു 1-ാം തീയതി തുടങ്ങും, നിങ്ങൾക്ക് അതുവരെ നിൽക്കാമെങ്കിൽ നിൽക്കൂ, നമുക്ക് തുടങ്ങുന്നുണ്ട്. അങ്ങനെ 1-ാം തീയതി അന്ന് ഷൂട്ടിംഗ് തുടങ്ങിയാണ്. അതാണ് വെള്ളാനകളുടെ നാടെന്ന്. ഈ 5 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ പടം 5 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ ഒന്നും അല്ല അതിൻ്റെ ട്രാജഡി. 5 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ട് 1-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുന്നു. 2-ാം തീയതി 3-ാം തീയതി ആയപ്പോഴത്തേക്കും ശ്രീനിവാസൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക്, വടകര അടുത്തല്ലേ, അങ്ങ് കൂത്തുപറമ്പ് പോകുന്ന വഴിക്ക് വണ്ടി ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പോവുകയാണ്. അന്ന് അംബാസഡർക്കാരാണ്. ഇങ്ങനെ ഓടി പോകുമ്പം വടകര അടുത്ത് ഈ അംബാസഡർക്കാർ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്നു. ഇതിൻ്റെ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും വേറെ റോഡിൽ കിടക്കുന്നു. ഞാൻ വെച്ച് ഇത് തകർന്ന് തരിപ്പണമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യത്തിന് കുഴപ്പമില്ല, ശ്രീനിവാസൻ സാറ് കോഴിക്കോട് ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡിസ്ചാർജ് ചെയ്തു, വീട്ടിൽ പോയി. ഹോട്ടലിലുണ്ടെന്ന് പറഞ്ഞു. ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു 3 സ്റ്റിച്ചുണ്ട് ഇവിടെ, കയ്യിലൊരു ചെറിയ പോറിൽ. ദൈവാധീനം രക്ഷപ്പെട്ടു. രാജു പേടിക്കൊന്നും വേണ്ട, നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു കത്താണ്. ഷൂട്ട് ചെയ്യാനുള്ള സീൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. സത്യനന്ദിക്കാട്ടിൻ്റെ പൊന്മുട്ടയിടുന്ന തട്ടാൻ, അന്ന് ആ പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ട് പൊന്മുട്ടയിടുന്ന താറാവെന്നാക്കി. അതിൽ അഭിനയിക്കാനായിട്ട് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് പോകുന്നു. ഇവിടുത്തെ സീനുകൾ ഞാൻ എത്തിച്ചു കൊള്ളാം. ഞാൻ പ്രിയൻ്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു, പ്രിയ കയ്യും കാലും തള്ളരുന്നു, നീ ചുമ്മാ ഇടാ, നമ്മുടെ ഇല്ല പേന, കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. സീൻ തുടങ്ങുന്നു. ഒരു ലോറിയൊക്കെ മഹാറാണിയുടെ മുമ്പ് നിൽക്കുന്നു. മണിയമ്പിള്ള രാജു സാർ ഇവിടെയാണ് താമസിക്കുന്നത്. ഗുരുവായിരുന്നു ഒരു കവർ തന്നു വിട്ടിട്ടുണ്ട് ശ്രീനിവാസൻ സാറ്. 2 സീൻ KPS എഴുതി ചേച്ചി വരുന്നു. ഞാൻ അവിടെ നിന്ന് വരെയാണ് സീനിൽ അഭിനയിക്കാൻ. ഒരു 2 സീൻ ശ്രീനിവാസൻ തന്നേച്ചിട്ടുണ്ട്. പിന്നെ രാത്രി കാലങ്ങളിൽ ഗോപാലകൃഷ്ണൻ അവിടുന്ന് ഫോൺ ചെയ്ത് ഫോണിൽ കൂടെ, അന്ന് മൊബൈലില്ല, ഫോൺ പറഞ്ഞു. അങ്ങനെയാണ് സീൻ എഴുതുന്നത്. 20-ാമത്തെ ദിവസമാണ് ഈ പറഞ്ഞ മാതിരി ശ്രീനിവാസൻ എത്തുന്നത്. പാക്കപ്പാണ് അന്ന് പടം. 20th ഡേ പടം പാക്കപ്പാണ്, വിത്തൗട്ട് സ്ക്രിപ്റ്റ്. 5 ദിവസം കൊണ്ട് എടുത്ത് അത് തന്നെ പലപ്പോഴായിട്ട് പലതായി കൊടുത്തുവിടുന്ന സ്ക്രിപ്റ്റ്. 20-ാം ദിവസം പാക്കപ്പ്. അതാണ് വെള്ളാനകളുടെ നാട്. വെള്ളാനകളുടെ നാട് പാക്കപ്പിന്റെ തലേ ദിവസമാണ് പുള്ളി വന്നത്. പുള്ളിക്ക് ഒരു ഫുൾ നൈറ്റ് ഡേ ഉള്ളൂ. ആ ദിവസമൊക്കെ റാഗ് ചെയ്ത് മോഹൻലാൽ കൊന്നു ശ്രീനിവാസനെ. ഞാൻ തന്നെ ഇരിക്കണതൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി തൊലച്ചടുക്കിയിട്ടൊക്കെ വിട്ട സംഭവം. പപ്പുവേട്ടൻ്റെ കാര്യം ചോദിച്ചല്ലോ, ഒരുപാട് രസകരമായ സംഭവങ്ങളുണ്ട്. ഇത് ഞാൻ തന്നെ നിർമ്മിച്ച പടത്തിൽ വരുമ്പോൾ പപ്പുവേട്ടനായിട്ട് അപ്പം ക്ലോസ് ആയി കഴിഞ്ഞു. എല്ലാവരുമായിട്ടും ക്ലോസ് ആണ്, എല്ലാവരുമായിട്ടും എപ്പോഴും ചിരിച്ചേ പറയുള്ളൂ. അങ്ങനത്തെ ഒരാളാണ് സംഭവം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നേച്ചറാണ് പുള്ളിയുടെ. അപ്പോൾ ഈ പർട്ടിക്കുലർ സീൻ നമ്മുടെ താമരശ്ശേരി ചുരം ഇന്നും ഹിറ്റാണ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ സീൻ എടുക്കാൻ നേരത്ത് എന്തോ ഒരു പുള്ളിക്ക് ചെറിയ മൂഡ് ഔട്ടാണോ അതോ എന്തെങ്കിലും അസുഖം ഉള്ളിലുണ്ടായിട്ട് വെളിയിൽ പറയാത്താണോ എന്നറിയില്ല. ആ ടേക്ക് 13 ടേക്ക് എടുത്ത്. 13 ടേക്ക് അപ്പോഴത്തേക്കും പുള്ളി അഭിനയിക്കുന്ന സമയത്ത് നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞു വന്നു. അങ്ങനെ നോക്കി നിന്നിട്ട് അവസാനം 13 ടേക്ക് അപ്പോഴത്തേക്കും പ്രിയദർശൻ പറഞ്ഞു, ഒരു കാര്യം പറയാം, പപ്പുവേട്ടൻ എന്ത് പറ്റിയ പപ്പുവേട്ടൊന്ന് ഇളകി ചെയ്യും. പപ്പുവേട്ടൻ എല്ലാ സിനിമയും ഇളകി ചെയ്യില്ലേ. നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞാൽ ആൾക്ക് തിരിച്ചു, നമ്മുടെ താമരശ്ശേരി ചുരം
എന്ന് ആക്ഷൻ കാണിച്ച് ചെയ്യും. പ്രിയദർശി ഈ ആക്ഷൻ കാണിച്ചു, ഞാൻ ഞെട്ടിപ്പോയി. പ്രിയനിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ ടേക്ക് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മാതിരി നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറഞ്ഞ പുള്ളി പറയുന്നു, ഓടുന്നു. ആ സീൻ ഗംഭീരമായിട്ടുണ്ട്.